നിന്നെ സൃഷ്ടിച്ച ദൈവം, ഞാൻ നിന്നെ രക്ഷിച്ച ദൈവം, ഞാൻ നിന്റെ പാതയിൽ എന്നും വെളിച്ചമായി നിന്നെ നയിക്കുന്ന ദൈവം. ഭയപ്പെടേണ്ട മകനേ മകളേ, ഞാൻ നിന്റെ ദൈവമല്ലേ. മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവ്യകാരുണ്യ ഈശോ നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ കൃപകളും അനുഗ്രഹങ്ങളും കൊണ്ട് നിങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, 2020 വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ ആയിരിക്കുക. ഈ ഒരു വർഷം ദൈവം നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ കൃപകളും അനുഗ്രഹങ്ങളും വർഷിച്ചിട്ടുണ്ട്. അതിനെ ഓർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിലൊക്കെ ഒത്തിരിയേറെ പേര് പറയുന്ന ഒരു കാര്യം, ഈ ഒരു വർഷം കലണ്ടറിൽ നിന്നും എടുത്തു മാറ്റണം. കാരണം 2020 വർഷം ഇല്ല എന്ന് തന്നെ വെക്കാം. കാരണം ഈ ഒരു വർഷത്തിൽ പലരെ സംബന്ധിച്ചും ഒന്നും നടന്നിട്ടില്ല. അധികവും ഭവനത്തിൽ തന്നെ ആയിരിക്കേണ്ട ഒരവസ്ഥ. ഒരു കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചില്ല, ഒന്നും നേടുവാനായിട്ട് സമ്പാദിച്ചില്ല. നഷ്ടങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ഭയം, ആകുലത, ഇതുമാത്രം ബാക്കി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ഒരു അവസ്ഥയ്ക്ക് നടുവില് നമ്മൾ ഓരോരുത്തരും നിൽക്കുകയാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ഒരുപക്ഷെ ഭയം വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ നമ്മൾ ഈ ദിവസങ്ങളിൽ കേൾക്കുന്നുണ്ട്. ഇതിന്റെ എല്ലാം നടുവില ഈ 2020 വർഷത്തിന്റെ അവസാന മണിക്കൂറുകളിൽ നമ്മൾ നിൽക്കുന്നത്. നമ്മളൊന്ന് ശരിക്കും ഒന്ന് പരിശോധിച്ചാല്, മനുഷ്യൻ ഭൗതികൻ മാത്രമല്ല, ആത്മീയനും കൂടെയാണ്. നമ്മള് ജീവിതത്തിന്റെ നഷ്ടനേട്ടങ്ങളെക്കുറിച്ച് കണക്കുകൂട്ടുന്നത്, കൂട്ടിവെക്കുന്നത് പലപ്പോഴും ഭൗതികതയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഭൗതികമായി നമുക്ക് എന്ത് നേടി എന്നതിനെക്കുറിച്ചാണ് നമ്മൾ പലപ്പോഴും പറയുന്നത്. ഭൗതികപരമായ തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 2020 വർഷം നഷ്ടം തന്നെയാണ്. പക്ഷേ ഭൗതിക മനുഷ്യൻ ആയിരിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആത്മീയ മനുഷ്യരും കൂടിയാണ്. ആത്മീയമായിട്ട് ഒന്ന് നോക്കിയാൽ നേട്ടത്തിന്റെ വർഷമാണ് 2020. കാരണം മറ്റു വർഷങ്ങളെക്കാളൊക്കെ അധികമായിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ടും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനായിട്ടും ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാനായിട്ടും നമ്മുടെ ജീവിതത്തെ തന്നെ ശരിക്കൊന്ന് പരിശോധിക്കുവാനായിട്ടും പറ്റിയ വർഷമായിരുന്നു 2020 വർഷം. നമ്മുടെ ജീവിതത്തെ തന്നെ വളർത്തുവാനായിട്ട് സാധിച്ചിരുന്ന ഒരു വർഷമാണ് 2020 വർഷം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആത്മീയ ജീവിതത്തില് നമ്മൾ എന്തുമാത്രം വളർച്ച നേടിയിട്ടില്ല എങ്കിൽ 2020 വർഷം പരാജയത്തിന്റെ വർഷമാണെന്ന് നമുക്ക് പൂർണ്ണതയിൽ പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു വർഷം നിന്റെ ആത്മീയ ജീവിതത്തില് ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ, കൂടുതൽ പ്രാർത്ഥിക്കുവാനായിട്ട് നിനക്ക് സാധിച്ചിട്ടുണ്ട് എങ്കിൽ 2020 വർഷം അനുഗ്രഹത്തിന്റെ വർഷം തന്നെയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഒത്തിരിയേറെ പേര് ബൈബിള് മുഴുവനും ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചു, ധ്യാനിച്ചു. ഒത്തിരിയേറെ പ്രാർത്ഥനകൾ ഒത്തിരിയേറെ പേര് നടത്തി. ഒത്തിരിയേറെ ധ്യാനങ്ങളില്, കൺവെൻഷനുകളില് പങ്കെടുത്തു. അതുപോലെ തന്നെ ജീവിതത്തെ തന്നെ ഒന്ന് മാറ്റിമറിക്കുന്നതിന് ഈ ഒരു വർഷം പലരും ഉപയോഗിച്ചു. അത്തരണത്തില് പലരുടെയും ജീവിതത്തില് ഇത് അനുഗ്രഹത്തിന്റെ വർഷം തന്നെയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് ആത്മീയ മേഖലയിലുള്ള ഒരു വളർച്ച പ്രധാനപ്പെട്ട ഒരു വളർച്ചയാണ് എന്നുള്ളത് നമ്മൾ ആരും മറന്നുപോകരുത്. ഇതുവരെ ഒരു വർഷം പോലും നമുക്ക് ആ ഒരു വളർച്ചയ്ക്ക് വേണ്ടി ഇരിക്കുന്നതിന് സാധിച്ചിരുന്നില്ല. എന്നാൽ ഈ വർഷം അതിനു വേണ്ടി ഇരിക്കാനായിട്ട് നമുക്ക് സാധിച്ചു. പലരുടെയും ജീവിതത്തില് ഭയത്തിന് പകരം കൂടുതൽ ശക്തി സംഭരിക്കപ്പെട്ട ഒരു വർഷമാണ്. ജീവിതത്തെ എങ്ങനെ നേരിടണമെന്ന് കണ്ടുപഠിച്ച ഒരു വർഷമാണ് ഈ ഒരു വർഷം. അനുഗ്രഹത്തിന്റെ വർഷം തന്നെയാണ് ഈ വർഷം. ഒന്നും നഷ്ടപ്പെട്ടു പോയിട്ടില്ല പ്രിയപ്പെട്ട ദൈവമക്കളെ. നമ്മുടെ ജീവിതത്തില് ഏറ്റവും ആവശ്യമുള്ളതിനെ നേടുവാനായിട്ട് പറ്റിയ ഒരു വർഷമായിരുന്നു ഈ ഒരു വർഷം.
ഭൗതികതയെക്കുറിച്ചെല്ലാം മാറ്റിവെച്ചിട്ട് ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനായിട്ട് പറ്റിയ വർഷം തന്നെയായിരുന്നു ഈ 2020 വർഷം. എവിടെയെങ്കിലുമൊക്കെ വീഴ്ചകൾ നിന്റെ വ്യക്തി ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ, നിന്റെ ആധ്യാത്മിക ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പരാജയത്തിന്റെ വർഷമാണ്. അതിനെയോർത്ത് ദൈവസന്നിധിയിൽ മാപ്പപേക്ഷിക്കുക. ഈ ഒരു വർഷം മുഴുവനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഈശോയുടെ മുമ്പിൽ നമുക്ക് നന്ദി പറയാം. ഒപ്പം പുതിയ വർഷത്തിൽ കൂടുതൽ തീക്ഷ്ണതയോടെ ഈശോയുടെ സ്നേഹത്തിലേക്കുള്ള ഒരു വളർച്ച ലഭിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യാം. കരങ്ങൾ യാചനയോടെ പിടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുമുൻപിലേക്ക് ഈ മക്കളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു വർഷം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അങ്ങ് ചൊരിഞ്ഞിട്ടുള്ള എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു. ആധ്യാത്മികമായും ഭൗതികമായും ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ഒത്തിരിയേറെ നന്മകൾ നൽകി അതിനെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, അങ്ങയുടെ സ്നേഹത്തിലേക്ക് വളരുവാനായിട്ട്, പ്രാർത്ഥനയിൽ വളരുവാൻ, വചനവായനയിൽ വളരുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി. ഞങ്ങളുടെ കുടുംബ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി. അതിനെല്ലാം ഓർത്ത് നന്ദി പറയുന്നു. ഈശോയെ, കുറവുകൾ വന്നുപോയതിനെ ഓർത്ത് മാപ്പ് ചോദിക്കുന്നു. പ്രാർത്ഥനയിൽ കുറവ്, വിശ്വാസത്തിൽ കുറവ്, പ്രത്യാശയിൽ കുറവ്, വചനത്തിൽ കുറവ്, ബലിയർപ്പണത്തിൽ കുറവ്, പ്രാർത്ഥനയിൽ കുറവ്, ഇതിനെല്ലാം ഓർത്ത് മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ ഈശോയെ. കർത്താവെ, പുതിയ വർഷത്തിലേക്ക് പ്രത്യാശയോടെ പ്രവേശിക്കുവാനുള്ള കൃപ നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.